ലോകകപ്പിലെ ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കിയാണ് ബെൽജിയം റൗണ്ട് ഓഫ് 32 കടന്നത്. രണ്ടാം പകുതിയിലെ മിന്നും പ്രകടനമാണ് ബെൽജിയത്തിന്റെ വിജയമന്ത്രം. ലോകകപ്പിൽ ഇക്കുറി ഒന്നിലേറെ മിന്നും പ്രകടനങ്ങൾക്കാണ് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത്. മത്സരം കൈവിട്ടെന്ന് കരുതിയിടത്തുനിന്ന അവസാന നിമിഷത്തിലെ ഗോളുകളിലൂടെ ടീമുകൾ ജയം സ്വന്തമാക്കി. രണ്ടാം പകുതിയിലെ തകർപ്പൻ പ്രകടനമാണ് ടീമുകൾക്ക് ത്രസിപ്പിക്കുന്ന ജയം നൽകിയത്. രണ്ടാം പകുതിയിലെ ശക്തമായ തിരിച്ചുവരവിന് പേരുകെട്ട സംഘമാണ് റെഡ് ഡെവിൾസ്. ഇതുവരെ 5 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകളാണ് ബെൽജിയം അടിച്ചെടുത്തതെങ്കിൽ അതിൽ 10 ഗോളും പിറന്നത് രണ്ടാം പകുതിയിലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഈജിപ്തിനോട് ആദ്യ പകുതിയിൽ തന്നെ ബെൽജിയം ഗോൾ വഴങ്ങി. കളി കൈവിടുമോ എന്ന് കരുതിയെടുത്ത് നിന്ന ബെൽജിയം സെൽഫ് ഗോളെങ്കിലും ഗോൾ മടക്കിയത് രണ്ടാം പകുതിയിൽ. ആദ്യ 2 മത്സരത്തിലെ സമനിലകൾക്ക് പിന്നാലെ ന്യൂസിലൻഡിനെ നേരിട്ട റെഡ് ഡെവിൾസ് അടിച്ചുകൂട്ടിയത് 5 ഗോളുകൾ. ഇതിൽ 4 ഗോളും പിറന്നത് രണ്ടാം പകുതിയിൽ. നോക്കൌട്ടിൽ തിരിച്ചുവരവിന്റെ ചരിത്രം എഴുതിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിലെത്തിയത്. 85 മിനിറ്റ് വരെ പിന്നിൽ നിന്ന ബെൽജിയം 86, 89 മിനിറ്റുകളിൽ ഗോൾ മടക്കി സമനില നേടി. അധിക സമയത്തിന് ഇഞ്ചുറി ടൈമിൽ വിജയ ഗോളും സ്വന്തമാക്കി. പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ അമേരിക്കയെ വീഴ്ത്തിയത് 1-നെതിരെ 4 ഗോളിനാണ്. ഈ മത്സരത്തിൽ ബെൽജിയം രണ്ടാം പകുതിയിൽ 2 തവണ വലകൊടുക്കി. ആദ്യ 2 മത്സരത്തിൽ താരതമ്യേന ദുർബലരായ ടീമുകൾക്കെതിരെ ബെൽജിയം സമനില വഴങ്ങിയതോടെ ലോകകപ്പിൽ ഇക്കുറി കാര്യമായ പ്രകടനം നടത്താൻ ടീമിന് കഴിയില്ലെന്ന പലരും വിധിയെഴുതി. എന്നാൽ പിന്നീട് ലോകകപ്പ് സാക്ഷ്യം വഹിച്ചത് റെഡ് ഡെവിൾസിന്റെ മിന്നും പ്രകടനത്തിനാണ്. രണ്ടാം പകുതിയിൽ കൂടുതൽ അപകടകാരികളാകുന്ന ബെൽജിയത്തെ സ്പാനിഷ് പട കരുതിയിരിക്കണം. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.